സംവാദം ഫേസ്ബുക്കിലൂടെ മാത്രം പ്രതിപക്ഷ നേതാവിനെ ക്ഷണിച്ചത്, വി.ഡി. സതീശനെ ക്ഷണിച്ചത് അതിന് മാത്രമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വേൾഡിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. എൻ്റെ ഈ മുഖത്ത് കാണുന്നത് ചിക്കൻ ബോക്സ് വന്ന് മാറിയതിൻ്റെയാണ്, വേറൊന്നും വിചാരിക്കരുത് പ്ലീസ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനും വി.ഡി. സതീശനും തമ്മിലുള്ള സംവാദമാണ് ഇപ്പോൾ ഹോട്ട് ന്യൂസ് ആയിട്ട് സോഷ്യൽ മീഡിയയിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. സോ അതിനെ പറ്റിയാണ്. അതിന് മുമ്പായിട്ട് ഞാനൊരു ബൈറ്റ് വയ്ക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കാം. എപ്പോഴും കൈകളിക്കും നമുക്ക് ചോദ്യം ഞങ്ങളെ വിളിച്ചെടുത്തത് ആ രണ്ട് കൈകളിലും ചോദിച്ചു. നിങ്ങൾക്ക് അന്ന് മറുപടി കൊടുത്തിട്ടു. ഞാൻ കുറെ നേരം ഇവിടെ നിന്ന് ചോദിക്കുന്നുണ്ട്. മോശമാണ്. ആളുകളെ വിളിച്ചു വെച്ചിട്ട് ചോദ്യം ചോദിക്കാൻ പറ്റില്ല എന്ന് പറയും. ഇന്നലെ ജോൺ ബ്രിട്ടാസ് പറഞ്ഞത് അന്നാണ് ഏറ്റവും കൂടുതൽ വാർത്താസമ്മേളനം നടത്തിയെന്നാണ്. അങ്ങനെ നടത്തിയ ആൾ മാധ്യമപ്രവർത്തകരെ ചോദ്യം ചെയ്യാൻ തയ്യാറാണ്. മോശമാണ് ചെയ്യുന്നത്. ആളുകളെ വിളിച്ചു വെച്ചിട്ട് ചോദ്യം ചോദിക്കാൻ ശ്രമിക്കാത്തത്. ആള് വാർത്താ സമ്മേളനം വിളിച്ചു കൂട്ടിയിട്ടുണ്ടായിരുന്നു. ഒരുപാട് പത്രക്കാർ പോയി. ആള് ദേശാഭിമാനിയിലത്തെ റിപ്പോർട്ടർ ചോദിച്ചതിനും കൈരളിയിലത്തെ റിപ്പോർട്ടർ ചോദിച്ചതിനും മാത്രമാണ് മറുപടി നൽകിയത്. സോ ബാക്കിയുള്ളവർക്കും ഒരുപാട് ചോദ്യങ്ങളുണ്ടായിരുന്നു. അവരും വന്നത് ചോദ്യങ്ങൾ ചോദിക്കാനാണ്. എന്തുകൊണ്ടാണ് ഇയാൾ സെലക്റ്റീവായിട്ട് മാത്രം ഉള്ള ആൾക്കാർക്ക് ഉത്തരങ്ങൾ കൊടുക്കുന്നത്? സ്ക്രിപ്റ്റഡ് ആവാൻ സാധ്യതയുണ്ട്. PR വർക്കുകൾ ഇയാളെ തന്നെ നല്ല രീതിയിൽ വെളുപ്പിക്കാൻ നടക്കുമ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പല സ്ഥലങ്ങളിലും ഇതേപോലെയുള്ള, അതായത് വായിന്ന് ഇടയ്ക്ക് വന്നു പോകുന്ന ചില കുഴപ്പം പിടിച്ച വാക്കുകൾ കൊണ്ട് വീണ്ടും ചീഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സോ PR വർക്ക് വീണ്ടും സോപ്പിട്ട് അത് മിനുക്കുന്നു. അതിനിടയിലാണ് ഇങ്ങനെ ഓരോന്ന് വന്നു വീഴുന്നത്. ഇതിന് ആദ്യം കടക്കുപുറത്ത് എന്നുള്ള ആ ഒരു എപ്പിക് ഡയലോഗിന് ശേഷം പിന്നെ വന്നത് വീട്ടിൽ പോയി ചോദിച്ചാൽ മതി എന്നുള്ളൊരു ഡയലോഗാണ്. ഇപ്പോൾ അതിനുശേഷം ഇതിപ്പോൾ ഇത്. ഇനി ഇതുകൊണ്ടൊന്നും തീർന്നിട്ടില്ല, അടുത്തത് പിന്നാലെ വരുന്നുണ്ട്. ഇപ്പോൾ മുഖ്യമന്ത്രി തിരിച്ചു വരുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എന്താണ്? ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ കൊടുക്കാൻ തന്നെയായിരിക്കും വരുന്നതെന്നാണ്. പക്ഷേ അങ്ങേര് അവിടെ വന്നതെന്ന് പറഞ്ഞിട്ട് പോകുന്ന വേറൊരു സംഭവമാണ്. നിങ്ങൾ കണ്ടുനോക്ക്. ചോദ്യം മനസ്സിലുണ്ടായാൽ പോരാ, ചോദ്യം ചോദിക്കണം. ചോദ്യം മനസ്സിലുണ്ടായാൽ പോരാ. ഇവിടെ ചിലർക്ക് ചില ഉദ്ദേശങ്ങളുണ്ട്. ആ ഉദ്ദേശമാണ് ഇപ്പോൾ പ്രകടനം. ഇതേതെങ്കിലും വാർത്താ സമ്മേളനത്തിൽ കാണുന്ന കാര്യമാണോ? നിങ്ങളെല്ലാവരും ചോദിച്ചു. നിങ്ങൾ ഏത് മാധ്യമപ്രവർത്തകരാണെന്ന് ഞാൻ ചോദിച്ചില്ല. ആ ചോദ്യത്തിന് ഞാൻ മറുപടി പറഞ്ഞു. ആ മറുപടി വിശദമായിട്ട് പറഞ്ഞു. അതല്ലേ ഉണ്ടായത്? നിങ്ങളെല്ലാവരും കേട്ടിരിക്കല്ലേ? നിങ്ങളെ ചിലരുടെ മനസ്സിൽ ചോദ്യം ഉണ്ടാവും. ആ ചോദ്യത്തിന് നിങ്ങൾ ചോദിച്ചാലേ ഉത്തരം പറയാൻ പറ്റൂ. എല്ലാവർക്കും ചോദ്യം ചോദിക്കാനും വാർത്താ സമ്മേളനത്തിൽ അവസരം കിട്ടിയെന്ന് വരൂ. അപ്പൊ സമയം കഴിഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ അവസാനിപ്പിക്കുന്നത്. കഴിഞ്ഞു. PR അത്രേ പറഞ്ഞു കൊടുത്തിട്ടുള്ളൂ. സോ അതിന് മാത്രമേ ഉത്തരവുള്ളൂ. ബാക്കിയുള്ളതിനൊന്നും ഉത്തരവില്ല. ഇപ്പോൾ ആൾ വന്നിരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പോൾ ഈ ചോദിച്ചതിനൊക്കെ മറുപടി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുക എന്നുള്ളതാണ്. വാർത്താ സമ്മേളനം ഏറ്റവും കൂടുതൽ പ്രസ് മീറ്റ് വിളിച്ചിട്ടുള്ളത് ഇദ്ദേഹമാണ്. പക്ഷേ ഇദ്ദേഹത്തിന് ചില എന്താ പറയുക സെലക്റ്റീവായിട്ടുള്ള ചോദ്യങ്ങൾക്ക് മാത്രമേ ഇദ്ദേഹം ഉത്തരം പറയാറുള്ളൂ. പിന്നെ പെട്ടെന്ന് തന്നെ ദേഷ്യപ്പെടുന്ന ഒരു സ്വഭാവമുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ചോദിക്കാനൊരു ഭയം നമ്മളിൽ ഉണ്ടാക്കി തീർത്തിരിക്കുകയാണ് ഇദ്ദേഹം. തെരഞ്ഞെടുപ്പ് പ്രക്രിയകളിൽ സ്വീകരിക്കാവുന്ന ഏറ്റവും നല്ലതും അർത്ഥപൂർണവുമായിട്ടുള്ള ഒരു നിർദ്ദേശമാണ് പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ മുന്നോട്ട് വച്ചിരിക്കുന്നത്. അതായത് പ്രതിപക്ഷ നേതാവായ വി.ഡി. സതീശൻ ഒരു പരസ്യ സംവാദത്തിന് വേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയനെ ക്ഷണിച്ചിരിക്കുകയാണ്. പിന്നാലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിന് തയ്യാറാണെന്നും അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഈ വിഷയത്തിൽ വേണ്ട തുടർ നടപടികൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുമ്പോഴാണ് മുഖ്യമന്ത്രിയുടെ അടുത്ത നിലപാട് വരുന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയുന്നില്ല, ഇവിടെ പോസ്റ്റ് വെച്ചിരിക്കുകയാണ്, നിങ്ങൾ വായിക്കാം.
ഞാൻ വായിച്ചു തരാം. സംവാദം ഫേസ്ബുക്കിലൂടെ മാത്രം പ്രതിപക്ഷ നേതാവിനെ ക്ഷണിച്ചത്, വി.ഡി. സതീശനെ ക്ഷണിച്ചത് അതിന് മാത്രമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അപ്പോൾ പിന്നെ കാര്യങ്ങൾ കുറച്ചും കൂടി ഉഷാറായല്ലോ. ഫേസ്ബുക്കിലൂടെ ആകുമ്പോൾ നമുക്ക് എന്ത് പറയണം എന്ത് പറയണ്ട എന്നുള്ളതിനൊക്കെ കൃത്യമായി PR വർക്കുകളുണ്ടാവും. അവർ പറയുന്നത് അങ്ങനെ തുപ്പിയാൽ മതിയാവും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇലക്ഷനെ പറ്റിയിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മിക്കാവുന്ന ഒരു കഥയാണ്. കഥ എന്ന് പറയുമ്പോൾ ഹിറ്റ്ലർ തൻ്റെ ക്യാബിനറ്റ് മീറ്റിങ്ങിലേക്ക്, പലർക്കും അറിയാവുന്ന കഥയായിരിക്കാം, ഹിറ്റ്ലർ തൻ്റെ ക്യാബിനറ്റ് മീറ്റിങ്ങിലേക്ക് ഒരു കോഴിയുമായി വരുന്നു. അദ്ദേഹം ആ കോഴിയുടെ തല കഷത്ത് വെച്ചിട്ട് അതിൻ്റെ പൂട അങ്ങനെ ഓരോന്ന് പറിച്ച് കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വേദന കൊണ്ട് കോഴി പൊളഞ്ഞ് ഇരിക്കുകയാണ്. പക്ഷേ കോഴിയുടെ തല അദ്ദേഹം കക്ഷത്ത് വെച്ച് ഇറുക്കി വെച്ചിരിക്കുകയാണ്. രക്ഷപ്പെടാൻ ആവുന്നത്ര ശ്രമിച്ചിട്ടും ഹിറ്റ്ലർ വിട്ടുകൊടുക്കാൻ തയ്യാറായിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ നിലവിളി ശ്രദ്ധിക്കാതെ തൂവലുകൾ പറിച്ചുകൊണ്ടേയിരുന്നു. ഇത് കണ്ട ക്യാബിനറ്റ് അംഗങ്ങൾ പറഞ്ഞു, ആ പാവം ജീവിയെ ഇങ്ങനെ ഉപദ്രവിക്കരുത്, അതിനെ വിട്ടയക്കൂ. എന്നാൽ ഹിറ്റ്ലർ ആരുടെയും വാക്ക് കേട്ടില്ല. അവസാനം കോഴിയുടെ ശരീരത്തിലെ എല്ലാ തൂവലുകളും പറിച്ചു കളഞ്ഞതിന് ശേഷം കോഴിയെ അദ്ദേഹം നിലത്തേക്കിട്ടു. എന്നിട്ട് അദ്ദേഹം പോക്കറ്റിൽ നിന്ന് കുറച്ച് ധാന്യമെടുത്ത് അതിന് ഇട്ടുകൊടുത്തു. അതിന് വിശപ്പും വേദനയും കൊണ്ട് തളർന്ന ആ കോഴി ആഹാരത്തിനായിട്ട് ആ ഇട്ട അരിമണികൾ മുഴുവൻ, ആ ധാന്യമണികൾ മുഴുവൻ കൊത്തി തിന്നാൻ തുടങ്ങി. അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഹിറ്റ്ലറുടെ കൈകളിലേക്ക് നോക്കി. ഹിറ്റ്ലർ ധാന്യങ്ങൾ കാണിച്ച് ആ കോഴിയെ അടുത്തേക്ക് വിളിച്ചു. തൂവലുകളില്ലാത്ത ആ കോഴി അല്പസമയത്തിന് ശേഷം ആ കോഴി അദ്ദേഹത്തിൻ്റെ അരികിലേക്ക് വന്നിരുന്നു. ആ ധാന്യങ്ങൾ കൊത്തി തിന്നാൻ തുടങ്ങി. അതുവരെ ഹിറ്റ്ലറുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ വെമ്പിയ അതേ കോഴി തന്നെ വെറും ഒരു പിടി ധാന്യത്തിനായിട്ട് വീണ്ടും അദ്ദേഹത്തിൻ്റെ അരികിൽ തന്നെ വന്നിരുന്നു. അത്ഭുതപ്പെട്ട ക്യാബിനറ്റ് അംഗങ്ങൾ ചോദിച്ചു, എന്താണിത്? അപ്പോൾ ഹിറ്റ്ലർ മറുപടി പറഞ്ഞു, വോട്ടർമാർ ഇതുപോലെയാണ്. 4.5 വർഷത്തോളം നമ്മൾ അവരുടെ തൂവലുകൾ പറിച്ചെടുക്കുന്നു. എന്നിട്ട് അവസാനത്തെ 6 മാസം, ഈ 6 മാസം അവർക്ക് കുറച്ച് ധാന്യങ്ങൾ എറിഞ്ഞു കൊടുക്കുന്നു. ആ കുറഞ്ഞ ധാന്യങ്ങൾക്കായിട്ട് വോട്ടർമാർ കഴിഞ്ഞ 4.5 വർഷം നമ്മൾ ചെയ്ത എല്ലാ അനീതികളും മറക്കുന്നു. എന്നിട്ട് നമുക്ക് വീണ്ടും വോട്ട് ചെയ്യുന്നു. എന്തൊരു അർത്ഥവത്തായ ഒരു കഥയാണ് അയാൾ കാണിച്ചു തന്നത്. ഓക്കെ, പക്ഷേ ഇവിടുത്തെ സ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുടർഭരണം നിലനിർത്താൻ വേണ്ടി നെട്ടോട്ടമോടുന്ന LDF സർക്കാരും ഭരണം പിടിക്കാൻ വേണ്ടി മുന്നോട്ട് കുതിക്കുന്ന കോൺഗ്രസും ഒരു മാറ്റം സാധ്യമാവാൻ വേണ്ടി, ഒരു മാറ്റം കൊണ്ടുവരാൻ വേണ്ടി ആം ആദ്മി പാർട്ടിയും വർഗീയത, അതായത് മതത്തിൻ്റെ പേരിൽ മാത്രം വോട്ട് ചോദിക്കുന്ന BJPയുമാണ് നമ്മുടെ ഈ സംസ്ഥാനത്ത് മത്സരിക്കാനുള്ള പാർട്ടികൾ. യുക്തിപൂർവം ചിന്തിച്ച് നല്ലൊരു തീരുമാനമെടുത്ത് നിങ്ങൾ ആർക്കാണോ താല്പര്യപ്പെടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വോട്ട് ചെയ്യുക. ഈ പിണറായി വിജയനും വി.ഡി. സതീശനും തമ്മിലുള്ള ഒരു സംവാദം അത് നടക്കുമെന്ന് കരുതി, പക്ഷേ അതിന് ഉണ്ടാവില്ല. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇതിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പോയി വരാം അടുത്തൊരു വീഡിയോയുമായിട്ട്.